Good morning. Good morning, sir. Morning, sir. Ability in the past ഇതുവരെ ജോയിൻ ചെയ്തതാണ് വളരെ കുറവ്. എന്തായിരുന്നു നേരത്തെ റെസ്റ്റോറൻറ്റാ തെർമോഡൈനാമിക്സ് ആയിരുന്നു. ക്ലാസ് നേരത്തെ കഴിഞ്ഞില്ലേ? നിങ്ങൾ അവിടെ നിന്നും കയറിയില്ലേ? ബാക്കിയുള്ളവർ അവിടെ ഇരിക്കുവാണോ? അവിടെ വന്നില്ലേ? മഴയൊക്കെ അല്ലായിരുന്നു. മഴയാണ് കാരണം. ഓക്കെ, ഇന്ന് നമ്മൾ ഇതുവരെ ടർബൈനിലെ പെൽറ്റൺ ടർബൈനിന്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. സോ ഇപ്പൊ we'll have the tutorial on the Pelton turbine. അതിൽ ഒന്നോ രണ്ടോ സമയം അനുസരിച്ച് നമുക്ക് ഇന്ന് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. So you may copy the first question. So the Pelton wheel is to be designed for the following specification: shaft power 11.772 kilowatt, head 380 meters, speed 750 rpm, overall efficiency 86%, and jet diameter is not to exceed 1/6 of the wheel diameter. Was to determine number of jets required and jet diameter. Assuming velocity coefficient of the nozzle 0.985 and speed ratio coefficient as 0.45. എഴുതി കഴിഞ്ഞെങ്കിൽ പറയുക, so that we can start solving the problem. ഇതൊന്ന്
Get you. So here the data what are given that was you identify. ഇതൊക്കെ ഡാറ്റയാണ് തന്നേക്കുന്നത് എന്നുള്ളത് നോക്ക്. ഇതൊക്കെയാണ്. So you have given shaft power തന്നിട്ടുണ്ട്. Shaft power let us say P equal to 11.772 kilowatt. ഇന്ന് ഹെഡ് തന്നിട്ടുണ്ട്. ഹെഡ് എന്ന് പ്രത്യേകിച്ച് ഗ്രോസ് ഹെഡ് എന്നോ നെറ്റ് ഹെഡ് എന്നോ പറഞ്ഞിട്ടില്ല. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ദി നെറ്റ്. മറ്റുള്ള ഡാറ്റ ഒന്നുമല്ല. സോ ദ നെറ്റ് ഹെഡ് നല്ല സ്പെസിഫിക് ആയിട്ട് പറയണം ക്വസ്റ്റനിൽ. ഗ്രോസ് ഹെഡ് ആണെങ്കിൽ ഗ്രോസ് ഹെഡ് തന്നിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷന്റെ കേസ് പറയും. ഒന്നുകിൽ ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡാറ്റ തരും, ഫ്രിക്ഷണൽ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡാറ്റ തരും, അല്ലെങ്കിൽ ഡയറക്ട്ലി ഇത്ര ലോസ് ആണ് ഫ്രിക്ഷണൽ ഹെഡ് എന്നുള്ള വാല്യൂ തരും. ഇവിടെ ഒന്നും പറയാൻ സ്ഥിതിക്ക് ദ ഗിവൺ ഹെഡ് എന്ന് പറയുന്നത് നെറ്റ് ഹെഡ് ആണ്. ഇറ്റ് ഈസ് 380 meters. സ്പീഡ് ടർബൈൻ തന്നിട്ടുണ്ട് n ഈസ് 750 rpm. Then overall efficiency എന്ന് പറയുന്നത് എത്രയാണ്? 86%. ഇനി തന്നിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? ജെറ്റ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. അതിന്റെ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ജെറ്റ് ഡയമീറ്റർ ഈസ് നോട്ട് ടു എക്സീഡ് 1/6 ഓഫ് ദ വീൽ ഡയമീറ്റർ. അതായത് ജെറ്റിന്റെ ഡയമീറ്റർ മാക്സ് എത്ര വരെ ആവാം? വീൽ ഡയമീറ്ററിന്റെ 1/6 വരെ ആവാം. അപ്പൊ ജെറ്റ് അതിൽ നിന്ന് നമുക്ക് ജെറ്റ് ഡയമീറ്ററും വീൽ ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടും. സോ ദാറ്റ് യു ക്യാൻ ഓൾസോ റൈറ്റ് d/d or d equal to right. So d equal to 1/6 of d. അത്രയും വരും. അപ്പൊ നമുക്ക് ആ വാല്യൂ എടുക്കാം. Let us say d equal to 1/60. ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. അത് കൂടാതെ അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന വേറെ രണ്ട് ഡാറ്റ എന്ന് പറയുന്നത് CV വെലോസിറ്റി കോഎഫിഷ്യന്റ് പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി കോഎഫിഷ്യന്റ് തന്നിരിക്കുന്നത് CV എത്രയാ പറയുന്നത്? CV so CV equal to 0.985. Then speed ratio നമ്മുടെ നൊട്ടേഷൻ കേസ് ആണ്. ഈ നൊട്ടേഷൻസ് നിങ്ങൾ ഈ പറയുന്ന CV KS ഒക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുമ്പോൾ പലതിലും പല നൊട്ടേഷൻസ് ഉണ്ട്. നമ്മളിവിടെ ഈ നൊട്ടേഷൻ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടെക്സ്റ്റില് പല നൊട്ടേഷൻസ് ഡിഫറെന്റ് ആയിട്ട് കാണാം. അപ്പോൾ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 0.45 ഇത്രയും ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കാണേണ്ടത് വീൽ ഡയമീറ്റർ കാണണം, നമ്പർ ഓഫ് ജെറ്റ്സ്. ഇപ്പോൾ മൾട്ടിപ്പിൾ ജെറ്റ് യൂസ് ചെയ്യുന്ന കേസാണത്. ദെൻ ജെറ്റ് ഡയമീറ്റർ എന്നുള്ളത് കാണണം. അപ്പൊ അത് നമുക്കിവിടെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ജെറ്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ജെറ്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം ബക്കറ്റ് വരും. അപ്പൊ ജെറ്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? Calculate jet. CV into root of 2gh. So you can use that expression. So let us consider the first equation, that is jet velocity. So we have jet velocity v1 എന്ന് പറയുന്നത് CV into root of 2gh. Substitute ചെയ്ത് വാല്യൂ പറയും. So that is equal to v.985 root of 2 into 9.8 into that is 380. Jet velocity എത്ര വരും എന്നുള്ളത് പറയുക. Calculating
Sir, 85.05. 85 point. Okay. So the jet velocity is 85.05 meter per second. Jet velocity കിട്ടി. You can now find a bucket velocity. Bucket speed or bucket velocity. Bucket speed എന്ന് പറയുന്നത് u. U is ks into root of 2gh. അപ്പോൾ നമുക്ക് pi dn by 60 യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഡയമീറ്ററും വീൽ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. So we can use the other relation, u bucket speed u equal to ks into root 2gh. So that you can use here. So that will be equal to ks is 0.45 root of 2 into 9.8 into 380. ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. $38.85. 38 point, okay, which is 38.85 meter per second. Now you can use this u value 38.85 എന്നുള്ള വാല്യൂ വെച്ചിട്ട് വീൽ ഡയമീറ്റർ കണ്ടുപിടിക്കാം, because RPM is given. So you use the second relation for that bucket speed. So u is also equal to what? u എന്ന് പറയുന്നത് ഏതാണ്? pi dn by 60. അപ്പോൾ അവിടെ RPM തന്നിട്ടുണ്ടോ നമുക്ക്? u നിങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ചു. So you find out what is d. So this will give you wheel diameter d equal to 60 u by pi n. You substitute 60 into 38.85 by pi into RPM 750. So what is the diameter value? So d, solving d, get as .989. 0.989 meter. ഇത് കിട്ടിയാൽ you can find d, jet diameter. So this is wheel diameter. Now jet diameter is d equal to എത്ര പറഞ്ഞ d by 6. നമ്മൾ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ മാക്സിമം എത്രയാണ്. So let us assume that d by 6 is the, so d by 6 ആണെങ്കിൽ അത് 0.989 by 6. So jet diameter is .164. 164 meter. Okay. അപ്പോൾ ജെറ്റ് ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞ് ജെറ്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ ഒരു ജെറ്റിന്റെ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. discharge of one jet. Let us say Q. Small letter Q notation use this. Q equal to pi by 4 d square into V1. So Q equal to pi by 4 into 0.164 square into velocity എത്രയായിരുന്നു കിട്ടിയത്? 38 അല്ലല്ലോ 85 അല്ലേ? 85.85. 85.85 അല്ലല്ലോ 05. So this is the discharge from single nozzle or single jet.
എത്ര ക്വാണ്ടിറ്റി വരുമെന്നുള്ളത് വാല്യൂ വരുമെന്നുള്ളത് കണ്ടുപിടിക്കും. So 1.796. 1.796 meter cube per second. Now you have given the overall efficiency. Adinte definition endana? Overall efficiency ennu parayunnathu given overall efficiency eta O is shaft power endayirunnu shaft power divided by endana water power. Overall efficiency അതായത് അൾട്ടിമേറ്റ്ലി നമുക്ക് ടർബൈൻ്റെ ഷാഫ്റ്റിൽ കിട്ടുന്ന പവറും ടർബൈനിലോട്ട് കൊടുക്കുന്ന ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോ. ഷാഫ്റ്റ് പവർ തന്നിട്ടുണ്ട്, അതിൽ ഓവറോൾ എഫിഷ്യൻസി ഷാഫ്റ്റ് പവർ തന്നിട്ടുണ്ട്, വാട്ടർ പവർ തന്നിട്ടില്ല. വാട്ടർ പവർ കാൽക്കുലേറ്റ് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ടർബൈനിലോട്ട് വേണ്ട ഡിസ്ചാർജ് കാണാൻ പറ്റും. ഈറ്റ ദിസ് ഈസ് ഈക്വൽ ടു ഷാഫ്റ്റ് പവർ നമ്മൾ പി ആണെങ്കിൽ പി ഡിവൈഡഡ് ബൈ what is this water power? Water power ഇക്വേഷൻ എന്താണ്? സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു ക്യൂ ഇൻറ്റു ഹെഡ്. സ്പെസിഫിക് വെയിറ്റ് ആണ് റോ ഇൻറ്റു ജി എന്ന് പറയുന്നത്. റോ ഇൻറ്റു ജി ഇൻറ്റു ക്യൂ ഇൻറ്റു എച്ച്. So you substitute the given data there. അതിലെ സ്പെസിഫിക് വെയിറ്റ് നിങ്ങൾക്ക് അറിയാം. സ്പെസിഫിക് വെയിറ്റ് എന്താണ്? വാട്ടറിന്റെ സ്പെസിഫിക് വെയിറ്റ് എത്രയാണ്? റോ ഇൻറ്റു ജി 1000 അതിന്റെ ഡെൻസിറ്റിയും ജി വാല്യൂ 9.8 9810 വരും, അല്ലെ 9810. സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ Newton per meter cube. റോ ഇൻറ്റു ജി ചെയ്താലും മതി. റോ ഇൻറ്റു ജി ചെയ്താൽ 9.8 ഇൻറ്റു ജി ജിയുടെ വാല്യൂ എടുക്കുക. സോറി 1000 ഇൻറ്റു 9.8. ഓവറോൾ എഫിഷ്യൻസി എത്രയാണ് പറഞ്ഞേക്കുന്നത്? ഓവറോൾ എഫിഷ്യൻസിയുടെ വാല്യൂ എത്ര പറഞ്ഞേക്കുന്നത്? 86%. 0.86 equal to that 0.86 equal to ഷാഫ്റ്റ് പവർ 11 പോയിന്റ് എത്രയായിരുന്നു? 772. 11.772 10⁻³ kilowatt divided by 9810 into Q into H. H is 380. So that to give you the quantity, total discharge. Total discharge. Q. Ready? -3.67 10⁻³ 3.67 into 10⁻³ ഒന്നുകൂടെ നോക്കിയോ കറക്റ്റ് ആണോന്നുള്ളത്. 10⁻⁻6 ആണല്ലോ. അല്ല 10⁻³ തന്നെ. ഇല്ലല്ല, ക്യൂഡ് നമുക്ക് ഒരു ജെറ്റിന്റെ ഡിസ്ചാർജ് കിട്ടിയേക്കുന്നത് 1.818 ആകുമ്പോൾ അതില് ഒരു ഒറ്റ
വിഷയമാണ് പ്രശ്നം നോക്കിക്കോട്ടെ കേട്ടോ. 11 ഒരു ചേഞ്ച് വരും. 11.772 മെഗാവാട്ട് എന്നാക്കിയാണ്, നോട്ട് കിലോ വാട്ട്, ഇറ്റ് ഈസ് മെഗാവാട്ട് ആക്ച്വലി. ഞാൻ ക്വസ്റ്റിനിൽ തെറ്റാണ്. 11.772 ഷാഫ്റ്റ് പവർ തന്നിരിക്കുന്നത് 11.772, ചേഞ്ച് ഇറ്റ് മെഗാവാട്ട്, കിലോ വാട്ട് അല്ല. ചേഞ്ചസ് മെഗാവാട്ട്. മെഗാ എന്ന് പറയുന്നത് എത്രയാ? 10⁻6. മെഗാവാട്ട്. ക്വസ്റ്റ്യനിലും കറക്റ്റ് ചെയ്യും കേട്ടോ. ഡാറ്റ നമ്മൾ ആ ഡാറ്റ എടുത്ത് എഴുതിയെടുത്തും ക്വസ്റ്റ്യനിലും കറക്റ്റ് ചെയ്തിട്ട്. ഇറ്റ് ഈസ് ക്യൂ ഇവിടെ 10⁻6 വരും. 11.772 into 10⁻6. 3.67. 3.67 meter cube per second. So the number of jets required, now you can find out number of jets needed. N is equal to Q by Q. It is 3.67 by 1.76. 796. 79. Okay. 79. So this. So you can say it is approximately 2 point എന്തെങ്കിലും കാണും. So we will say 2 jets are required. ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫിഗർ ഉണ്ട്. ഇപ്പൊ 2.7 എന്നൊക്കെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ we will say it is 3. നിയറസ്റ്റ് ഇതുമായിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എഴുതുക. 1.8 3.6 അല്ലേ വരുന്നത്. ഇതാണ് അപ്പോൾ 2 അടുത്തുള്ള വാല്യൂ 2.0 സംതിങ് കിട്ടുന്നത്. ഓക്കെ, ഇത്രയിലുള്ള ഇതിന് വേറെ കാണാനൊന്നുമില്ലല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് ജെറ്റ്സ് നമ്മൾ കണ്ടു, ഡയമീറ്റർ. So next now move on to the next column. ഇതിലോട്ട് നമുക്ക് പിന്നെ വരാം, മൂന്നാമത്തെ വരാം. Let us solve the third one. ക്വസ്റ്റ്യൻ എഴുതിക്കുക. മറ്റേ ആ ഫിഗർ എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ സ്ലൈഡിലുണ്ട്. അതാ തന്നിരിക്കുന്ന ബക്കറ്റിന്റെ ഡിസൈൻ ഡാറ്റ എന്തൊക്കെയെന്ന് അറിയാൻ വേണ്ടി എടുത്തിട്ടേ ഉള്ളൂ. അത് കോപ്പി ചെയ്യണമെന്നില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം കോപ്പി ചെയ്താണ്. ഫിഗർ ആക്ച്വലി ക്വസ്റ്റിന്റെ കൂടെ ഉള്ളതല്ല. നേരത്തെ ഞാൻ തിയറി പാർട്ട് പറഞ്ഞപ്പോൾ ഞാൻ സ്ലൈഡിൽ നിങ്ങൾക്ക് ഫിഗർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ റെഫർ ദാറ്റ് ലേറ്റർ. ഇവിടെ ബക്കറ്റിന്റെ കുറെ ഡയമെൻഷൻസ് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞു. Completed.
ഫിഗർ വരക്കണമെന്നില്ല. ഫിഗർ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇതിലുണ്ട്, പിന്നെ നോക്കി മനസ്സിലാക്കുക എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇവിടെ you have given a Pelton wheel which is working under a net head of 450 meter with water flow rate 0.3 meter cube per second and speed 1000 rpm and overall efficiency 80%. നേരത്തെ പറഞ്ഞ പോലെ ഡയമീറ്റർ കാണണം, ജെറ്റിന്റെ ഡയമീറ്റർ, വീൽ ഡയമീറ്റർ, then size of the bucket size, then power available. Power ഇവിടെ തന്നിട്ടില്ല. You have asked to calculate the power available from the turbine shaft, then number of buckets, എത്ര ബക്കറ്റ്സ് ആണ് വീലിൽ വേണ്ടതെന്നുള്ളത് പറയണം. And the assumption is again the velocity coefficient 0.98 and speed ratio 0.45. അപ്പോൾ അത് ജെറ്റ് വെലോസിറ്റിയും ബക്കറ്റ് വെലോസിറ്റിയും കാണാനുള്ള ഡാറ്റയാണ്. ഇനി ഇവിടെ ബക്കറ്റ് സൈസ് എന്ന് പറയുന്നത് ഈ 3 ഡാറ്റയാണ്. 3 ഡാറ്റ എന്ന് പറയുന്നത് അതിന്റെ ബക്കറ്റിന്റെ ഇവിടെ നോക്കുക ബി, എൽ, ഡി, എൽ, ടി. ഈ ടി എന്ന് പറയുന്നത് ഇതിന്റെ ഡെപ്ത് ആണ്. ഇവിടെ നോക്കുക ഈ ഡാറ്റയിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ഈ ടി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ടി. ഈ ടി എന്ന് പറയുന്നത് ഇതിന്റെ എത്ര ഡെപ്ത്, ഇതിന്റെ അകത്ത് ആ ഡെപ്ത് ആണ് ടി എന്ന് പറയുന്നത്. ഇതിന്റെ റേഡിയൽ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. എൽ ഇത് രണ്ട് ഡിഫറെന്റ് ഫ്രണ്ട് വ്യൂ ആൻഡ് സൈഡ് വ്യൂ ആണ്. സോ ദിസ് ഈസ് ദ റേഡിയൽ ലെങ്ത് ഈസ് എൽ, ദെൻ ദിസ് വിഡ്ത്ത്, ബക്കറ്റിന്റെ വിഡ്ത്ത് ബി. ഈ 3 ഡാറ്റയാണ് ഇവിടെ കാണേണ്ടത് നമുക്ക്. ബക്കറ്റ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത് അതാണ് സൈസ് ഓഫ് ദ ബക്കറ്റ് ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്പർ ഓഫ് ബക്കറ്റ്സ്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ വർക്കിംഗ് പ്രൊപ്പോർഷൻസ്, ഡിസൈൻ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വി വിൽ യൂസ് ഹിയർ. ഓക്കെ, സോ നൗ ലെറ്റ് us identify the given data. Given data എന്ന് പറയുന്നത് again I told the given എന്താണ് നെറ്റ് ഹെഡ് തന്നിട്ടുണ്ട്. നെറ്റ് ഹെഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെറ്റ് ഹെഡ് ഈസ് എച്ച് ഈസ് എത്രയാണ് 450 മീറ്റർ. 450 മീറ്റർ. ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. ടോട്ടൽ ഡിസ്ചാർജ് ഈസ് 0.3 meter cube per second. Then RPM, speed 1000 RPM. Then overall efficiency, eta naught is 80%. ഇതാണ് തന്നേക്കുന്നത്. പിന്നെ അസംഷൻസ് മറ്റു 2 കാര്യങ്ങൾ. CV vertical velocity CV as 0.98 and KS 0.45. നേരത്തെ നിങ്ങൾ ചെയ്ത പോലെ അത് രണ്ടും കാണും. ഏതാണ് ജെറ്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. jet velocity and bucket velocity you can calculate now. Jet velocity V1 equal to CV into root of 2GH. CV 0.98. നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ എക്സാമിനൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇക്വേഷൻ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കത്തില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കാതെ ഫൈനലി കാൽക്കുലേറ്ററിൽ കിട്ടുന്നത് അതിപ്പോൾ CV റൂട്ട് ഓഫ് 2G എന്ന് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാനിപ്പോൾ ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യും. പലരും ആൻസർ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കത്തില്ല. പിന്നെ എഴുതുന്ന അതിന് ഈക്വൽ ടു കിട്ടുന്ന വാല്യൂ 0.3 ആണ് 0.3 എന്ന് പറയും. പക്ഷേ ഈ കാൽക്കുലേറ്റഡ് വാല്യൂ ചിലപ്പോൾ തെറ്റായി. അപ്പൊ പറ്റുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നിങ്ങൾക്ക് മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുക. അപ്പൊ നിങ്ങളുടെ കാൽക്കുലേഷനിലുള്ള മിസ്റ്റേക്ക് വന്നാലും നിങ്ങൾക്ക് അതിന്റെ അധികം ക്രെഡിറ്റ് പോകത്തില്ല. സോ 0.98 into root of 2 into ഈ സ്റ്റെപ്പ് ഒഴിവാക്കാതിരിക്കുക എപ്പോഴും. ദിസ് ഇൻറ്റു 450. ജെറ്റ് വെലോസിറ്റി എത്ര കിട്ടുമെന്നുള്ളത് നമുക്ക് പറയാം, ചെയ്ത് പറയാം. $92.083. 92.083. 92. Okay, 92.03 അല്ല 08. ഇനി അവിടെ എന്താ വേണ്ട? ഡയമീറ്റർ ഓഫ് ദ വീൽ വേണം, ഡയമീറ്റർ ഓഫ് ദ ജെറ്റ്. ഡയമീറ്റർ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആ യുടെ ഇക്വേഷനിൽ യു കാണാനുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. ഡിസ്ചാർജ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഡിസ്ചാർജ് യൂസ് ചെയ്യാം. അവിടെ ഡിസ്ചാർജ് തന്നേക്കുന്നത് എത്രയാണ്? സിംഗിൾ ജെറ്റ് ആണ്.
നമ്പർ ഓഫ് ജെറ്റ്സിന്റെ കാര്യം ഒന്നും പറയത്തില്ല. ഡിസ്ചാർജ് Q equal to pi by 4 d square into ഇതാണ് ജെറ്റ് വെലോസിറ്റി. ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, ജെറ്റ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഡയമീറ്റർ ഓഫ് ദ ജെറ്റ് അവിടെ നിന്ന് കാണാം. നമ്മുടെ ജെറ്റ് ഡയമീറ്റർ റേഷ്യോ ഒന്നും തന്നിട്ടില്ല. വീലും ഡയമീറ്റർ നമ്മളുടെ റേഷ്യോ തന്നിട്ടില്ല. വീൽ ഡയമീറ്ററും ജെറ്റ് ഡയമീറ്ററും നമ്മളുടെ റേഷ്യോ കഴിഞ്ഞ പ്രോജക്റ്റ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ അവിടെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് നമുക്ക്. So Q is 0.3 equal to pi by 4 d square into 92.08. So that will give you D value. Wheel diameter എത്ര വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കിട്ടിയോ? 0.06 meter. 0.06 6 അത്രേ ഉള്ളൂ. 6 മാത്രമേ ഉള്ളൂ. 6.4. 6.4 മീറ്റർ ഡയമീറ്റർ വന്നിട്ടുണ്ട്. Now we find out bucket velocity, bucket speed or bucket velocity. U is Ks root of 2gh. 0.45 root 2 into 9.8 into 450. So 42.28. 42.28 അല്ലേ? 42.3. Let us do it. 42.3 meter. So wheel diameter കാണാം. US pi dn by 60. So diameter is 60 U by pi n. So D equal to 60 into 42.3 by pi into n,000. No, or 10,000 ആണ്. Okay. So 0.807. 807. 807 അല്ലേ? 807 meter. Wheel diameter ആയി, jet diameter ആയി. Now overall efficiency തന്നിട്ടുണ്ട്. Let us find out the shaft power. So the overall efficiency eta naught is shaft power by P by WQH. അതിൽ നമുക്ക് ഷാഫ്റ്റ് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. So shaft power P equal to eta naught into WQH. ഇതെല്ലാം അറിയാം, 4 ഡാറ്റ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. eta naught 80% ആണ്. Eta which is
This is 0.89810. വാട്ടറിന്റെ ഈ ഡാറ്റ എപ്പോഴും ഓർത്ത് വയ്ക്കുക. സ്പെസിഫിക് വെയിറ്റ് 9810, 2.3 into 450. You get the shaft power. Calculate you will get in watt. What will get? Or you can say. Sir, 1.059 megawatt. 1.059 megawatt. But 10⁶ number that the power is 10.059. 10.06 megawatt number. Bucket number of buckets കാണാനുള്ള ഇക്വേഷൻ എടുത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ബക്കറ്റ്സ് Z equal to ഏതായിരുന്നു ഇക്വേഷൻ? 15 plus d by 2d. 15 plus capital D by 2d. 15 plus d by 2d. എല്ലാം അറിയാലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്രത്യേകിച്ച് ഒന്നുമില്ല. 15 plus 2 in ഡയമീറ്റർ എത്രയായിരുന്നു കിട്ടിയത്? 0.807 അല്ലേ? 0.807 divided by 2 into small d എന്താ കിട്ടിയ? Small d 0.064. Calculate and round off here. The value of So 21.30. 21.3. So let us say 21 or 22 എഴുതിയാലും തെറ്റില്ല. 21 or 22. Point 3 എന്നുള്ളത് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ട് എടുക്കാം നമുക്ക്. So let us say 22. Now bucket size കാണാനായിട്ടുള്ള equations എടുക്കുക. Bucket size, bucket width. So we have the bucket dimensions. അതില് B by D ratio ഉണ്ടാവും for the 4 buckets. B by D എന്താ പറഞ്ഞേക്കുന്നത്? B by D ratio width by jet dia ആണല്ലോ. ഇക്വേഷൻ ഒന്ന് നോക്കിയേ. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, അവിടെ ഡിസ്കസ് ചെയ്തതാണ്. B by D ratio, L by D ratio, then T by D ratio. ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വാല്യൂ അസ്യൂം ചെയ്യാനുള്ളതാണ് നമുക്ക്. അപ്പോൾ B by D ratio നമുക്ക് പറഞ്ഞിരിക്കുന്ന റേഞ്ച് എന്താണ്? 3 to 4.
3 to 4. So what you have to do is, so this is 3 to 4 now. So let us take d by d equal to 3 point. In the value 3 4 3.5 so let us say value. So let us say b by d equal to 3.5. But so width of the bucket, the width of the bucket b equal to 3.5 into d. So 3.5 into d is 0.064. Yeah. 0.224. 0.224. This 0.224 meter. L by d. L by d ratio. L by d, T by d. L by d ratio 2 to 3. So let us say 2.5. With the assumption ആണ് നമുക്ക് എത്ര ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം, അതിൽ തെറ്റില്ല കേട്ടോ. 2 എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ എടുക്കുന്ന അവിടെ പറയണം. Let us assume ഈ 2 to 3 ആ റേഞ്ച് വരുന്നത് എടുക്കാവൂ. So linear width, radial width, radial length എന്നല്ല, radial length. So L equal to 2.5 into D. So 2.5 into 1064. .16 meter. 1.6 meter. Now T by D. T by D എത്ര പറഞ്ഞേക്കുന്നത്? 0.8 to 1.2. 0.8 to 1.2. So let us say T by D equal to 1. So T equal to thickness, depth of the bucket. T equal to D, 1 into D, 0.064 meter. Okay, calculate ചെയ്യണം. Just diameter കിട്ടി, wheel diameter, jet diameter, size of the bucket, power calculate the number of buckets. Okay, so that complete our problem. Okay, അപ്പോൾ ഈ ഇതുപോലുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, ഇനിയും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇന്ന് നമുക്ക് നിങ്ങളുടെ എ ബാച്ച് എ അല്ലേ, നിങ്ങൾ എ ബാച്ചറല്ലേ, ഇനി അടുത്ത ക്ലാസ് വരുന്നത് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ 8:30 ഫ്രൈഡേ 8:30 മീറ്റ് അഗെയിൻ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ അതിൻ്റെ അകത്ത്? ഫോൺ ചെയ്താൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വി വിൽ സ്റ്റോപ്പ്. ഓക്കെ, താങ്ക് യു.